ഹലോ ഫ്രണ്ട്സ്, ഒരു കോമഡി ആയിട്ടുള്ള ഗണപതി അറസം ന്യൂസാണ് ഇപ്പോൾ കേൾക്കുന്നത്. കേൾക്കുമ്പോൾ എടുത്തോണ്ട് പോകാമെന്നൊക്കെ തോന്നിപ്പോകും. ഒരു തെലുങ്ക് സൈഡ് വൺ ട്രെൻഡായി പോകുന്ന ന്യൂസാണ്. എന്താ സംഭവം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വേഗം വീഡിയോയിലോട്ട് പോകാം. ഗണപതി 69 ഷൂട്ടിങ് ഇന്ന് തൊട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. കറക്റ്റ് 1 ഇയർ പ്ലസ് ഷൂട്ടാണ്. ഫസ്റ്റ് എല്ലാ പടത്തിലും ചെയ്യുന്ന പോലെ ഒരു സോങ് ഷൂട്ടിൽ തന്നെയാണ് ആരംഭിക്കുന്നത്. ഇന്നലെ പൂജ കഴിഞ്ഞ് വീഡിയോസും ഫോട്ടോസും എല്ലാം തന്നെ വന്നു. ഒരു പോസിറ്റീവ് സ്റ്റാർട്ടാണ് ദളപതി 69 കിട്ടിയിരിക്കുന്നത്. ഓരോ അപ്ഡേറ്റും പക്ക പ്രോപ്പറായിട്ട് കാസ്റ്റ് അപ്ഡേറ്റ് അടക്കം ഗംഭീരമായിട്ടാണ് അനൗൺസ്മെൻറ്റ് ചെയ്തത്. കാസ്റ്റും അത്യാവശ്യം കിട്ടുന്നതാണ്. ലിയോയ്ക്ക് ശേഷം നല്ല കാസ്റ്റുള്ള ഒരു വിജയപടം എന്ന് പറയാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നരയൻ ഗൗതമേനൊക്കെ വന്നിട്ടുണ്ട്. ഇനി പടത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ ആരൊക്കെ വരുമെന്ന് അറിയില്ല. ഷൂട്ട് പോലും തുടങ്ങിയതേ ഉള്ളൂ. പക്ഷേ ഈ തെലുങ്ക് ട്രാക്കേഴ്സ് വൻ വൃത്തികെട്ട പണിയാണ് ദളപതി 69 ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ വിഷയം വെച്ചാൽ, ദളപതി 69 റീമേക്ക് മൂവിയാണെന്ന് പറഞ്ഞ് അത് പറഞ്ഞത് പോട്ടെ, പക്ഷെ പടം ഭഗവത് കേശരി എന്ന ബാലയ്യ പടത്തിൻ്റെ റീമേക്കാണെന്ന് പറഞ്ഞ് വളരെ കോമഡി ആക്കുന്നൊരു കാര്യമാണ് ട്രെൻഡാക്കുന്നത്. ദളപതി 69 എച്ചുവിന് വിജയ ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ന്യൂസ് ടോട്ടലി ഫേക്കാണ്. വിജയ് പടം റിലീസിന് മുന്നേ വരെ ഈ തെലുങ്കന്മാരിങ്ങനെയാണ്, ഓരോന്ന് പടച്ചു വിടും. വാരിസ് മഹർഷി റീമേക്കാണെന്ന് പറഞ്ഞ് പടച്ചു വിട്ടു. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആയോ? ഇല്ല. അതുകൊണ്ട് ആരും പേടിക്കണ്ട, ആ പടമൊന്നുമല്ല ദളപതി 69. ഇത് പുതിയ സ്ക്രിപ്റ്റാണ്. ഒരു നോർമൽ കൊമേഴ്ഷ്യൽ വിജയർമെൻസായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പടം. അത് തമിഴ് ട്രാക്കേഴ്സ് തന്നെ ഉറപ്പിച്ചിട്ടുമുണ്ട്. ഒരു നല്ല പടം കിട്ടിയാൽ മതി, വേറെ രീതിയിലൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ഇന്ന് പടത്തിൻ്റെ ഷൂട്ട് തുടങ്ങുകയാണ്. കറക്റ്റ് 1 വർഷം കഴിഞ്ഞ് പടവും റിലീസാകും. വിജയുടെ ലുക്ക് തന്നെ ആ ലോങ് ഹെയർ വിട്ടുപിടിച്ചിട്ടുണ്ട്. ഷോർട്ട് ഹെയർ ലുക്കിലാകും പടത്തിലും വരികയെന്ന് തോന്നുന്നത്. ലോങ് ഹെയർ ലുക്കിനെക്കാളും ഷോർട്ട് ഹെയർ ലുക്കാണ് കിട്ടിയത് ലിയോദാസ് ലുക്കൊക്കെ. അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവ് സ്റ്റാർട്ടാണ്. പ്രൊഡക്ഷൻ കമ്പനി ഇതേപോലെ ഫുള്ള് കൊണ്ടുപോട്ടെ. ഹൈപ്പ് വരുന്ന പടമാണ്. നല്ല ഹൈപ്പ് വരാൻ സാധ്യതയുണ്ട് സർക്കാരൊക്കെ പോലെ. അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് നോക്കാം എന്തൊക്കെ സംഭവിക്കാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് പറഞ്ഞാൽ താഴെ ലൈക്ക് ബട്ടൺ ഷെയർ കൊണ്ടിട്ടുക. സബ്സ്ക്രൈബ് ബട്ടൺ ബെൽ ബട്ടൺ കൊള്ളായിരുന്നു. ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.